ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ ചാപ്റ്ററിലെ ലെറ്റസ്റ്റ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കറണ്ട് ഈസ് പാസ്ഡ് ഫ്രം സൗത്ത് ടു നോർത്ത് ത്രൂ എ കണ്ടക്ടർ പ്ലേസ്ഡ് ബിലോ എ ഫ്രീലി പിവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ. അപ്പോൾ എ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യന് ടു വിച്ച് ഡയറക്ഷൻ വിൽ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ടേൺ? ടു വിച്ച് ഡയറക്ഷൻ വിൽ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ടേൺ? മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ടാണ് ടേൺ ചെയ്യുക എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ താഴെയായിട്ട് ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ നമുക്ക് ജസ്റ്റ് എ ബി എന്ന് പറയാം. ഇനി കണ്ടക്ടറിലൂടെ കറണ്ട് എങ്ങനെ പാസ് ചെയ്യുന്നത് നോക്കൂ. ഇത് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ നീഡിലിൻ്റെ നോർത്ത് പോള് എങ്ങോട്ടാണ് ടേൺ ചെയ്യുക? ഓക്കെ, അത് കണ്ടുപിടിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ നീഡിൽ എല്ലായ്പ്പോഴും സൗത്ത് നോർത്ത് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുക. അതിൽ മാറ്റമില്ല. ഫ്രീ ആയി പിവോട്ട് ചെയ്ത, സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു നീഡിലാണ്. ആ നീഡിൽ എന്തായാലും നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് കിടക്കുക. അത് മാറ്റമില്ല. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കൂ. എയിൽ നിന്ന് ബിയിലേക്ക് അതേ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമുക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കാം. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട്, ഇതാണ് കറണ്ടിൻ്റെ തമ്പ് കറണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കല്ല കറണ്ട് വരിക. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഫിംഗേഴ്സ് ആണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ് ഈസ്റ്റ് അല്ലേ. കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ വെസ്റ്റ് ഈസ്റ്റിലേക്കാണ് ഇവിടെ ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ വെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റിലേക്കാണ് ഇത് തിരിയുക. അതെങ്ങോട്ടാണ് തിരിയുക? ഇവിടെ ഈ നീഡിൽ തിരിയുന്നത് ഈസ്റ്റിലേക്കാണ് തിരിയുക. എന്താ കാരണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഈ നീഡിൽ പോയിന്റ് ചെയ്യുന്ന, നീഡിൽ ഉണ്ടാവുന്ന ഫീൽഡ് സൗത്ത് നോർത്ത് ഡയറക്ഷനിലാണ്. ഇവിടെ ഈ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഈ ഒരു ഫീൽഡ് എങ്ങോട്ടാണ്? ഫീൽഡ് ഡയറക്ഷൻ വെസ്റ്റ് ഈസ്റ്റ് ആണ്. ഇവിടെ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കല്ലേ, അതേ ഡയറക്ഷനിലേക്കല്ലേ കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ പോയിന്റ് ചെയ്ത ആ നീഡിലിന്റെ നോർത്ത് ഡയറക്ഷനിലേക്ക് അതേ ഡയറക്ഷനിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ നീഡിലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലാണ്. നീഡിൽ എന്ത് ചെയ്യുന്നത്? നീഡിൽ ടേൺ ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നീഡിൽ ടേൺ ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നീഡിലിന്റെ അതേ ഡയറക്ഷനിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നീഡിൽ ടേൺ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് വെച്ചാൽ ഇങ്ങനെ ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ ഇവിടെ ഈസ്റ്റ് അല്ലേ വരിക. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ്. ഇനി അടുത്തത് ഇവിടെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ റൂൾ യൂസ്ഡ് ടു അറൈവ് അറ്റ് ദിസ് ഇൻഫറൻസ്? ഏത് റൂൾ ഏതാ? നമുക്കറിയാം മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. സി ക്വസ്റ്റ്യന് സ്റ്റേറ്റ് ദ റൂള് എന്ത് ചെയ്യുക? അതിൻ്റെ റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി അതിൽ ഡി ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡി ക്വസ്റ്റ്യൻ, ആ ഡി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ദ കറണ്ട് ഫ്ലോസ് ഇൻ ദ കണ്ടക്ടർ ഇൻ ദ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, വാട്ട് ഡു യു ഗസ് അബൌട്ട് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ? എക്സ്പ്ലെയിൻ. അതാണ് ഡി ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടത് നോക്കൂ. ഡി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷന് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടക്ടർ ഇങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈ ഈസ്റ്റ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ കറണ്ട് ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കല്ലേ. അപ്പോൾ കറണ്ട് വരുന്നത് ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് കറണ്ട് വരുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് എങ്ങനെയായിരിക്കും? മാക്സ്വെല്ലിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ, കറണ്ട് മുകളിലേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് ഇങ്ങനെ, ഇതാണ് ഡയറക്ഷൻ. ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് നോർത്താണ്. കണ്ടില്ലേ? കണ്ടില്ലേ? അതായത് സൗത്ത് ടു നോർത്ത് ഡയറക്ഷനിലാണ് ഇവിടെ ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ
ശരിക്കും മാഗ്നറ്റിക് നീഡിലിൻ്റെ ഫീൽഡും സൗത്ത് നോർത്താണ്. ഇവിടെ ഉണ്ടായ ഈ ഫീൽഡും എന്താണ്, സൗത്ത് നോർത്ത് അല്ല. അപ്പോൾ രണ്ട് ഫീൽഡും ഒരേ ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇങ്ങനെയാണ്. അതായത് കറണ്ട് ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് എങ്കിൽ, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ ഫോർ ദ നീഡിൽ, ബിക്കോസ് ഹിയർ the field in the conductor is in south north direction and the needle also in that direction. There is no deflection for the needle. Okay. Next, let us assess the second question. How will you determine the polarity when current is passed through a solenoid? അതിന് കൂടെ ഒരു ക്വസ്റ്റനും കൂടെ ഉണ്ട്. സജസ്റ്റ് മെത്തേഡ്സ് ഫോർ ഇൻക്രീസിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. ഒന്നാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സോളിനോയിഡിൽ ഉണ്ടാകുന്ന പൊളാരിറ്റി, അതായത് നോർത്ത് സൗത്ത് എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, നോക്കൂ, നമുക്കറിയാം ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ഭാഗം നോർത്ത്, ഒരു ഭാഗം സൗത്ത് കൊണ്ട് വരിക. ഈ ബ്ലാക്ക് കളറുള്ളത് ഒരു സോഫ്റ്റ് അയൺ കോറാണ് കേട്ടോ. ഇതൊരു പച്ചിരുമ്പ് കോർ, അയൺ കോർ എന്ന് പറയും. അപ്പോൾ ഇത് അങ്ങനെ കണ്ടുപിടിക്കണം വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ ഭാഗം സൗത്തും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ഭാഗം നോർത്തും ആയിരിക്കും എന്നാണ്. അതായത് the end current pass clockwise direction is south pole and the end current pass in anti-clockwise direction is north എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കുക നോക്കൂ. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ കറണ്ട് വരുന്നത് ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ അത് സൗത്തും മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് അത് നോർത്തും ആണല്ലോ. അപ്പോൾ നോക്കൂ, ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, ഇതിങ്ങനെ ഇട്ട് കണക്ട് ചെയ്യുക. അത് സൗത്ത് എസ് ആയല്ലോ കേട്ടോ. യെസ്, സൗത്ത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇതിങ്ങനെ ഓക്കെ, നോർത്ത്. ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കേട്ടോ ഉണ്ടോ, എൻ നോർത്ത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. പക്ഷെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക. അതായത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത്. ഓക്കെ, ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്. അതായത് ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ ഒരു മാർഗ്ഗം, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഇൻക്രീസസ്. ഒന്ന് കറണ്ടിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, കറണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തത് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇല്ല, ഇതിപ്പോൾ 1, 2, 3, 4 ടേൺസ് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് ടേൺസ്, കുറേ ടേൺസ് ഉപയോഗിക്കുക. ഇങ്ങനെ കുറേ ടേൺസ് ഉപയോഗിക്കുക. നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ഒരു മാർഗ്ഗം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സോഫ്റ്റ് അയൺ കോർ ഉണ്ടല്ലോ, ആ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസ് ദ ഏരിയ ഓഫ് സോഫ്റ്റ് അയൺ കോർ, അയൺ കോറിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഈ 3 മാർഗ്ഗങ്ങളാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്. ദ ഫിഗർ ഷോസ് ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എ ബി മേഡ് ഇൻ ടു എ കോയിൽ. സപ്പോസ് കറണ്ട് ഫ്ലോസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്തത് ത്രൂ ദീസ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ എപ്രകാരമായിരിക്കും. അതായത് ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഇവിടെ ശരിക്കും അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് ഇവിടെ അല്ലേ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ്. കറണ്ടിൻ്റെ ഫ്ലോ എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ബിയിൽ നിന്ന് എയിലേക്ക്.
കാരണം കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ഇലക്ട്രോൺ ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ കണ്ടക്ടർ എ ബി? സ്റ്റേറ്റ് ദ റൂൾ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. അത് ഏതാ റൂള്? മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ എപ്രകാരമായിരിക്കും? നമ്മളിത് ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ട, ഇങ്ങനെ കറണ്ട് ഇങ്ങോട്ടല്ലേ, അപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് എങ്ങോട്ടാ? ഫീൽഡ് എങ്ങോട്ടാ? ഫീൽഡ് ഉള്ളിലേക്കല്ലേ. അപ്പോൾ ഫീൽഡ് കണ്ട, ഫീൽഡ് ഇൻ ടു ദ കോയിൽ കണ്ടല്ലേ, ഈ കോയിലിൻ്റെ ഉള്ളിലേക്കാണ് ഫീൽഡ് വരുന്നത്. ഫ്രം ടേബിൾ ഇൻ ടു ദ കോയിൽ എന്ന് പറയാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റിന്, സി ക്വസ്റ്റിന്, എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കോയിൽ. ഈ കോയിലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് പറയാം. മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് പറയാം. ഇഫ് യു ആർ ഹോൾഡിംഗ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ യുവർ റൈറ്റ് ഹാൻഡ്, thumb points direction of current, the direction in which the other fingers encircle the conductor gives the direction of magnetic field. അതായത് തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ അതർ ഫിംഗേഴ്സ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി ഈസ് ഡെപ്പിക്റ്റഡ്. magnetic field around a current carrying conductor is AB is given. The question ഇങ്ങനെയാണ്: based on the Maxwell's right hand cork screw rule ആട്ടോ, screw rule, find out the direction of current and record it. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത്, അതായത് കറണ്ട് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇങ്ങനെ ഇതാണ്ടാ, ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ വിരലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇത് അങ്ങോട്ടല്ലേ. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കാണ് കറണ്ട് വരിക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ കുറിച്ച് പറയാം. ഈ റൈറ്റ് ഹാൻഡ് കോർക്ക് സ്ക്രൂ എന്ന് പറയുന്നത്, അതായത് വലംപിരി സ്ക്രൂ എന്ന് പറയുന്നത്, നമ്മൾ റൈറ്റ് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ടൈറ്റ് ആവും. റൈറ്റ് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ടൈറ്റ് ആവും. ലെഫ്റ്റ് ഭാഗത്തേക്ക്, ഇടത് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അത് ലൂസ് ആവും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വലത് ഭാഗത്തേക്ക് തിരിക്കുക. റൈറ്റ് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റായിട്ട് കയറി പോകും. അപ്പോൾ ആ സ്ക്രൂ തിരിക്കുന്ന ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡും സ്ക്രൂ കയറി പോകുന്ന സ്ക്രൂവിൻ്റെ ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, മോഷൻ, മുകളിലേക്ക് കയറി പോവുക. ആ കയറി പോകുന്ന അവിടെ ഉള്ളിലേക്ക് കയറി പോവുക. ആ കയറി പോകുന്ന ആ ഒരു ഡയറക്ഷനാണ് എന്ത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ വലത് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അതിങ്ങനെ കയറി പോകും. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂ ഞാൻ ഇങ്ങനെ തിരിക്കുമ്പോണ്ടാ, ഇങ്ങനെ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും. ഇടത് ഭാഗത്തേക്ക് തിരിച്ചാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ലൂസാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്ക്രൂ എന്ന് വിചാരിച്ചോളൂ, ഇത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് വിചാരിച്ചോളൂ. ഞാനത് കണ്ടില്ല, ആ സ്ക്രൂ ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ കണ്ടാ, ഇങ്ങനെ തിരിക്കുമ്പോൾ സ്ക്രൂ ഇങ്ങനെ കയറിപ്പോകും. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മോട് മാഗ്നറ്റിക്, ഇവിടെ ഈ സ്ക്രൂ തിരിയുന്ന ദിശ, ഈ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, സ്ക്രൂ തിരിയുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡും. ആ സ്ക്രൂ മുന്നോട്ട് പോകുന്ന ദിശ, അങ്ങോട്ടാണ് സ്ക്രൂ ചലിക്കുന്നത്, ആ ഒരു ഡയറക്ഷനാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചാൽ ഈ സ്ക്രൂ മുമ്പോട്ടല്ലേ പോവുക? നോക്കൂ, നമ്മളോട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നത് എങ്ങനെയാണ്? അങ്ങനല്ലേ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡിൽ അല്ലേ, ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ സ്ക്രൂ ഇങ്ങനെയല്ലേ പോവുക? അപ്പോൾ അതായത് ബി എ ഡയറക്ഷൻ അല്ലേ. ഈ സ്ക്രൂ ഇങ്ങനെ തിരിക്കുമ്പോൾ സ്ക്രൂ ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ശരിയല്ലേ? ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് കോർക്ക് സ്ക്രൂ റൂൾ അനുസരിച്ച് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഈ ഭാഗത്തേക്കാണ് ഈ സ്ക്രൂ ചലിക്കുക. അതുകൊണ്ട് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ബിയിൽ നിന്ന് എയിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കണ്ടല്ലേ, ഈ ഒരു ടേണിങ് കണ്ടത് ഇങ്ങനെ കണ്ടാ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ. അപ്പോൾ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണ് വരിക. ഓക്കെ.